ക്ലാസ് ആരംഭിക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥി ഡോക്ടർ മനോജ് ജോൺസൺ സാറിനെ പറ്റി കുറച്ചു കാര്യങ്ങളൊന്ന് പറഞ്ഞുകൊള്ളട്ടെ ഇൻട്രഡക്ഷൻ ആയിട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ അക്കാഡമിക് എക്സലൻസിനെ പറ്റി ആദ്യം പറയുമ്പോൾ ആള് BNYS ബാച്ചിലർ ഡിഗ്രി ഇൻ നേച്ചുറോപ്പതി ആൻഡ് യോഗ സയൻസ് എന്ന് പറയുന്ന കോഴ്സ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിൽ നിന്ന് പാസ്സായിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം ലൈഫ് സ്റ്റൈൽ മെഡിസിൻ പ്രാക്ടീഷണർ, അദ്ദേഹം ഒരു ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യനായിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പൊ നിലവില് ഒത്തിരി അധികം സെഷൻസ്, ഒരു വർഷത്തിൽ 365 ദിവസം ഉണ്ടെങ്കിൽ 100-ൽ പരം സെഷൻസ് ഒരു ദിവസം, അതായത് പലപ്പോഴും കോൾ ചെയ്യുമ്പോൾ ഒക്കെ എബ്രോഡ് ആയിട്ട് അല്ലെങ്കിൽ ബാംഗ്ലൂർ എവിടെയെങ്കിലും ക്ലാസ്സുകളും സെഷൻസ് ഒക്കെ ഹോസ്റ്റ് ചെയ്യുന്നതിന്റെ തിരക്കിലാണ് അദ്ദേഹം. അത്രയ്ക്കും ബിസി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ മനോജ്. ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു പരിശ്രമം വളരെ നന്നായിട്ട് നടത്തുന്ന ഒരാളാണ്. അപ്പോ അത് മാത്രമല്ല, അദ്ദേഹം മെഡിക്കൽ ഓഫീസറായിട്ട് ബാംഗ്ലൂർ വർക്ക് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അക്യുപഞ്ചർ എന്ന് പറയുന്ന ഒരു വൈദ്യരംഗത്ത് അദ്ദേഹത്തിന് PhD ഉണ്ട്. തുടങ്ങി ഈ വക അക്കാഡമിക് ആയിട്ടുള്ള എക്സലൻസിന് ശേഷം അദ്ദേഹം ജോൺ മരീൻ ഹോസ്പിറ്റലുകളുടെ ഇപ്പോ വളരെ ഒത്തിരി സ്ഥലങ്ങളിൽ അതിന്റെ സേവനങ്ങളുണ്ട്, സേവനങ്ങളുണ്ട്. അവിടെ എല്ലാം അദ്ദേഹം സാന്നിധ്യം എത്തിക്കുകയും നമ്മുടെ പേഷ്യൻസ് ഒക്കെ ആയിട്ടും വളരെ ക്ലാരിറ്റിയോടെ അവരുടെ ഹെൽത്ത് സിറ്റുവേഷനെ പറ്റി അവയർനെസ് കൊടുത്തതിന് വേണ്ടുന്ന പരിഹാരങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകി അദ്ദേഹം സേവനം ചെയ്യുന്നുണ്ട്. ഏകദേശം 6-ൽ പരം ഭാഷകൾ അറിയാം എന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഗ്ലോബൽ സ്പീക്കർ മാത്രമല്ല, അദ്ദേഹം ഒരു ഓഥറും കൂടിയാണ്. ശാസ്ത്രവും കാരണങ്ങളും അല്ലെങ്കിൽ ആ കാര്യങ്ങൾ എന്തുകൊണ്ട്, എന്ത്, എങ്ങനെ എന്നുള്ളതിനെ വളരെ വ്യക്തമായിട്ട് ഈ ഒരു സെഷനിൽ പോലും അദ്ദേഹം അത് അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ യൂട്യൂബിൽ നിങ്ങൾക്ക് ചാനലുകളിൽ പോയി സന്ദർശിച്ചു കഴിഞ്ഞാൽ വളരെ ഹെൽത്ത് പരമായിട്ടുള്ള ഒത്തിരി വിഷയങ്ങളാണ് സംസാരിക്കുന്നത്. അതില് നമ്മൾക്ക് ആ ഒരു ടോപ്പിക്കിനെ പറ്റി വളരെ ക്ലാരിറ്റി തരുന്ന രീതിയിലുള്ള ടോക്കാണ് കാഴ്ചവെക്കാറ്. സോ ഇന്നത്തെ സെഷനിലും നമ്മൾക്ക് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പോഷകവും ഉറക്കമില്ലായ്മയാണ്. അപ്പൊ ഉറക്കക്കുറവ് എന്നുള്ളത് വലിയൊരു വിഷയമാണ്, വലിയൊരു പ്രശ്നമായിട്ട് മാറിയെന്ന് വേണം പറയാം. അത് ആക്ച്വലി എന്തുകൊണ്ടാണെന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. ചിലപ്പോൾ ഒത്തിരി കാര്യങ്ങൾ വേറെ ഉണ്ടായിരിക്കും. അപ്പൊ സൈക്കോളജിക്കലാണോ ഫിസിക്കലാണോ എന്നുള്ളതൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് വ്യക്തമാക്കാം, എങ്ങനെ പരിഹരിക്കണം എന്ന് വ്യക്തമാക്കാം. മാത്രമല്ല നമ്മളുടെ ഡെയിലി ഡയറ്റ്, നമ്മുടെ സംസ്കാര പ്രകാരം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ന്യൂട്രീഷൻ കംപ്ലീറ്റ് ആണോ, അല്ലെങ്കിൽ നമുക്ക് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒത്തിരി പേർക്ക് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി, വിറ്റമിൻ ബി ഡെഫിഷ്യൻസി, അത് കാരണം ഉണ്ടാകുന്ന ഒത്തിരി അധികം ആരോഗ്യ പ്രശ്നങ്ങൾ. എന്തുകൊണ്ട് ഓരോ ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നു നമ്മൾക്ക് അവയർനെസ് ഇല്ല. അതുകൊണ്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും നമ്മൾ ഓടിപ്പോയി മെഡിസിൻസ് എന്താന്ന് വെച്ചാൽ എടുക്കുകയാണ്. ഇപ്പൊ ഡോക്ടറിന്റെ അടുത്ത് ആദ്യം അദ്ദേഹം കുറിച്ചു തരുന്ന ഒരു മെഡിസിൻ, ഒരു 10 തവണ നമുക്ക് സെയിം മെഡിസിൻ കിട്ടിക്കഴിയുമ്പോൾ പിന്നീട് ഡോക്ടറിന്റെ കുറിപ്പടി പോലും ഇല്ലാതെ ഒരു വൊമിറ്റിംഗ് ഉണ്ടായാലോ ഒരു ഹെഡ് ഏക്ക് ഉണ്ടായാലോ നേരെ നമ്മൾ ഈ മരുന്നുശാലയിൽ പോയി നേരെ വലിയ വളരെ പവർ കൂടിയ മെഡിസിൻസ് അമ്മമാര് കുഞ്ഞുങ്ങൾക്ക് മേടിച്ചു കൊടുക്കുന്നതെന്ന് കാണാൻ പറ്റും. അപ്പൊ അത് കൊടുക്കുമ്പോൾ എന്താണ് അതിന്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാവുക എന്നുള്ളതിനെ പറ്റി നമുക്ക് അവയർനെസ് ഇല്ല, അല്ലെങ്കിൽ അതിനെങ്ങനെ പരിഹരിക്കാൻ നമ്മൾക്ക് അറിയില്ല. സോ ഇതിനെ നമ്മൾ ഡെയിലി നമ്മുടെ ശരീരത്തിനെ നമ്മൾ ഡെയിലി പഠിക്കുന്ന പോലെ ഓരോ ദിവസവും ഈ ശരീരത്തിന് അല്പസമയം കൊടുത്ത് നമ്മൾക്ക് അതിനെ മെച്ചപ്പെടുത്താനുള്ള കാരണങ്ങളെ പഠിക്കാമെങ്കിൽ, അറിയാമെങ്കിൽ, ഈ കോഴ്സ് സെഷൻസ് അറ്റൻഡ് ചെയ്യാമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തിയ, കുറച്ചും കൂടെ ആരോഗ്യകരമായ, സന്തോഷപൂർണമായ, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കുറച്ച് അറിവുകളും അവയർനെസ് ഒക്കെ പകർന്നു കൊടുത്തുകൊണ്ട് നമ്മൾക്കൊരു സുരക്ഷിത ബോധം ഉണ്ടാക്കാൻ സാധിക്കും. സോ ഇന്നത്തെ സെഷനിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ അറിവുകളെല്ലാം ലഭിക്കുമാറാകട്ടെ. നിങ്ങൾക്കത് ഹായ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? വ്യക്തമാണ് സർ, കേൾക്കാണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും വാനപ്രസ്ഥം കൂട്ടായ്മയില് ഞാനിപ്പോ ഒരു 2-3 തവണയൊക്കെ എന്താ പറയാ ഇതുപോലെ ക്ലാസ്സുകൾ ഡിസ്കഷനൊക്കെ ആയിട്ട് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് വേറൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ എന്തായാലും എല്ലാവരും കണ്ടതിൽ സന്തോഷം. അപ്പൊ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് പോഷകവും ഉറക്കക്കുറവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. അതായത് ഇൻസോംനിയ. നമ്മളുടെ ഇപ്പം ഭൂരിഭാഗം നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഉറക്കത്തിന് ബുദ്ധിമുട്ടൊക്കെ വരാം. ശരിക്കും പലർക്കും അറിയില്ല അവർക്ക്
ഉറക്കത്തിന്റെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് അറിയത്തില്ല. അപ്പം നമുക്ക് ആദ്യം ഈ ഉറക്കത്തിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം നോക്കാം. ചില ആളുകൾക്ക് രാത്രിയിൽ കടക്കാനായിട്ട് വൈകുന്നു. അതിന്റെ ഭാഗമായിട്ട് ഉറക്കം കടക്കുമ്പം കുറയുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ ഒരു 11-12 മണിക്ക് കടക്കുന്നു. എന്നാലും ചിലപ്പം ഒരു അരമണിക്കൂർ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഒരു 5 തൊട്ട് 10 മിനിറ്റിനുള്ളിൽ നമ്മൾ ഉറങ്ങേണ്ടതാണ്. അതാണ് ഒരു കണക്ക് പ്രകാരം ഹെൽത്തി ആയിട്ടുള്ളത്. എന്നാലും നമ്മൾ ഒരു അരമണിക്കൂറത്തെ സമയം വരെ എന്നുള്ള രീതി പറയുമ്പോൾ അരമണിക്കൂർ കൊണ്ടും ഉറക്കം വന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഉറക്ക പ്രശ്നം തന്നെയാണ്. നമ്മൾ 10:30 കടന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല, ഫുള്ളി ഫ്രീ ആയിട്ട് നമ്മൾ 10:30 കടന്നാൽ ഒരു 10:45 കൊണ്ട് നമ്മൾ ഉറങ്ങി ഇരിക്കണം. എന്താണ് അതിലൊരു കണക്ക്. അതല്ലാതെ 11 ഉറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാല് ഉറക്ക പ്രശ്നമാണ്. ഒരു ടൈപ്പ് ഉറക്ക പ്രശ്നം. അതിനെയാണ് നമ്മളിത് എന്താ പറയാ, ഓൺസെറ്റ് ഇൻസോംനിയ എന്ന് പറയും. അതായത് സ്റ്റാർട്ടിങ് ഉറക്കം ക്ലിയർ അല്ല, പിന്നെ ഉറങ്ങുന്നു. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് അതായത് ആദ്യം കടന്ന ഉടനെ തന്നെ ഉറങ്ങുന്നു, അത് കഴിഞ്ഞ് ഇടയ്ക്ക് നമ്മൾ എഴുന്നേക്കുന്നു. ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിയുമ്പോൾ, ഫോർ എക്സാമ്പിൾ 10:30 കിടക്കുന്നു, 1 മണിക്കൂർ എഴുന്നേക്കുന്നു, എന്നിട്ട് നമുക്ക് ഒരു 1:30 വരെ നമുക്ക് ഉറക്കമില്ല, പിന്നെ നമ്മൾ കടന്നുറങ്ങുന്നു, പിന്നെ ഒരു 3 മണിക്ക് എഴുന്നേക്കുന്നു, പിന്നെ ഒരു അരമണിക്കൂർ ഉറക്കമില്ല. ഇങ്ങനെ അതൊരു വേറെ ടൈപ്പ് ഉറക്കമാണ്, ഉറക്ക പ്രശ്നമാണ്. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് എന്താ പറയാ, കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉള്ളൂ. അതായത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 1-2 ദിവസങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ കാണും. പക്ഷെ 4-ാമത്തെ ദിവസം, 3-ാമത്തെ ദിവസം, 4-ാം ദിവസം കൊണ്ട് എല്ലാം ഓക്കെ ആവും, ഇങ്ങനെ പോകും. പിന്നെ എന്നാലും 3-4 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതേപോലത്തെ ഉറക്ക ബുദ്ധിമുട്ടുകളൊക്കെ വരും. അതും ഒരു രീതിയിൽ നോക്കിയാൽ ഇൻസോംനിയാണ്, ഡിസ്റ്റർബ്ഡ് സ്ലീപ്പാണ്. പിന്നെ വരുന്ന കാര്യം എന്ന് പറയുന്നത് ക്രോണിക് ആയിട്ടുള്ള ഇൻസോംനിയാണ്. അതായത് ഒത്തിരി കാലങ്ങളായിട്ട് 2-3 മാസങ്ങളായിട്ട് തന്നെ ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് പോകുന്നതാണ്. ചില ആളുകളുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് കടക്കുമ്പം പെട്ടെന്ന് അങ്ങ് കടക്കും, എന്നാൽ ഒരു 4 മണി സമയത്ത് എഴുന്നേക്കും, അത് കഴിഞ്ഞ് പിന്നെ ഉറക്കമില്ലാത്ത രീതിയിലേക്ക് മാറും. അപ്പൊ ഇതെല്ലാം ഉറക്കം പ്രശ്നം തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പറയാം ശരിക്കും എത്ര മണിക്കൂർ ഉറങ്ങണ്ടേ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അതായത് ചെറിയ കുട്ടികൾ, ഒരു 1 വയസ്സ് 2 വയസ്സ് ജനിച്ച ഉടനെ എന്നൊക്കെ പറയുന്നത് ഒരു 20 മണിക്കൂർ 22 മണിക്കൂറൊക്കെ ഉറക്കമായിരിക്കും. അത് കഴിഞ്ഞേച്ച് ഓരോ വയസ്സ് കൂടുന്നതനുസരിച്ച് ഇതിന്റെ ഉറക്കത്തിന്റെ അളവ് കുറഞ്ഞു വരും. എന്നാലും ഒരു 8 വയസ്സ് 10 വയസ്സ് 12 വയസ്സ് എന്നൊക്കെ പറഞ്ഞ മിനിമം 8 തൊട്ട് 10 മണിക്കൂർ മിനിമം ഉറങ്ങണം, മിനിമം. അതായത് നമ്മൾ രാവിലെ കുട്ടികളെ എഴുന്നേൽപ്പിച്ച് അങ്ങനെ രാവിലെ തന്നെ സ്കൂളിൽ വിടുന്ന ഒരു സംഭവമുണ്ട്. ആ കുട്ടികൾ ചിലപ്പോൾ രാത്രി കിടക്കാനായിട്ട് ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതും പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് മിനിമം ഒരു 10 മണിക്കൂറെങ്കിലും ഉറക്കം കുട്ടികൾക്ക് കിട്ടണം. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് പ്രായം 12 വയസ്സിന് മുകളിലോട്ടുള്ള ആളുകളിൽ ഒരു 18 വയസ്സ് വരെ എന്ന് പറയുന്നത് നമുക്ക് മിനിമം ഒരു 8 മണിക്കൂറൊക്കെ ഓക്കെയാണ്. പിന്നെ 18 വയസ്സിന് മുകളിലോട്ടുള്ള ആളുകളിൽ നമുക്കൊരു 6 തൊട്ട് 8 മണിക്കൂറൊക്കെ ഓക്കെയാണ്. ഇനിയും ഒരു അത് കഴിഞ്ഞേച്ച് പിന്നെ ഒരു 60 വയസ്സ് വരെയുള്ള സമയങ്ങളിൽ നമുക്ക് 6 തൊട്ട് 8 മണിക്കൂറൊക്കെ ഓക്കെ ആയിട്ട് പോകുന്ന ഒരു ഉറക്കമാണ്. പക്ഷേ 60 കഴിഞ്ഞ് 70-80 വരുമ്പോൾ ഉറക്കത്തിന്റെ അളവ് കുറയും. അപ്പൊ നമുക്ക് മിനിമം 4 മണിക്കൂർ 5 മണിക്കൂർ എന്നൊക്കെ പറയുന്നത് മിനിമം ഓക്കെയാണ്. അപ്പൊ നമ്മുടെ പ്രായം കൂടുന്നതനുസരിച്ച് ഉറക്കത്തിന്റെ അളവ് കുറയുന്നത് ന്യായമായ ഒരു കാര്യമാണ്, അതിനകത്ത് കുഴപ്പമില്ല. ഉറക്കത്തിന്റെ അളവ് കൂടുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ക്ഷീണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പല ആളുകളുടെയും രാവിലെ എഴുന്നേൽക്കുമ്പം അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് കണ്ണു തുറക്കും, പക്ഷെ അവർക്ക് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാനുള്ള മടി കാണും, അല്ലെങ്കിൽ ക്ഷീണം കാണും, കണ്ണു തുറക്കാനുള്ള ബുദ്ധിമുട്ട് കാണും. ഇനി എഴുന്നേറ്റ് കഴിഞ്ഞൊരു 5-10 മിനിറ്റ് അങ്ങനെ തന്നെ കടന്നേച്ച് പിന്നെ ഒന്ന് റിക്കവറായി വരുന്ന രീതിയിലേക്ക് വരും. അത് നമ്മുടെ രക്തക്കുറവായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും തൈറോയ്ഡ് കണ്ടീഷനിലും വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. സോ അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു ഉറക്കം എന്ന് പറയുമ്പോഴത്തേനും നേരെ പോയി കിടക്കുന്നു രാവിലെ എഴുന്നേൽക്കുന്നു എന്നുള്ള രീതിയല്ല. എന്നാലും ഉറക്കത്തിന് ശാസ്ത്രീയമായിട്ട് പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അതായത് റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് എന്നൊക്കെ പറയുന്നത്. അതായത് അതിനകത്താണ് നമ്മുടെ റാപ്പിഡ് ഐ മൂവ്മെന്റ് എന്ന് പറയുന്നത്, നമ്മുടെ ആ സമയത്താണ് ശരീരം സ്വപ്നം കാണുന്നതും കാര്യങ്ങൾ അന്നേരമാണ്. റാപ്പിഡ് ഐ എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മുടെ കണ്ണിന്റെ
ചലനം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അത് ഡീപ്പ് സ്ലീപ്പിനകത്ത് വരുന്നൊരു കാര്യമാണ്. ഈ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ശരീരം ഉറങ്ങിയിരിക്കുക, ശരീരം ആ സമയത്ത് ഉറങ്ങിയിരിക്കും. പക്ഷെ അന്നേരമാണ് നമ്മൾ സ്വപ്നം കാണുന്നത്, നമ്മള് എന്താ പറയാ വണ്ടിയിൽ യാത്ര പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് ഒരു പട്ടി കടിക്കാൻ വരുന്നത്, പല സമയങ്ങളിൽ നമ്മൾ പാമ്പിന്റെ സ്വപ്നങ്ങളൊക്കെ കാണുന്നത്, നമ്മുടെ ശരീരത്തിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ പാമ്പ് എഴഞ്ഞു പോകുന്ന രീതി വരും, നമ്മളെ കൊണ്ട് അനങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് ആയിരിക്കുന്നത്. ശരിക്കും ഫിസിക്കലി നമ്മളെ കൊണ്ട് ഒന്നും അനങ്ങാൻ പറ്റത്തില്ല, നമ്മൾ ബലമില്ലാതെ കിടക്കുന്നതാണ്. പക്ഷെ ആ ഒരു ബ്രെയിൻ്റെ ആക്റ്റീവ് ആയിരിക്കുന്ന സമയം എന്ന് പറയുന്നത് എല്ലാ രീതിയിലും നമുക്കത് മനസ്സിലാവും. ആ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ചില സമയങ്ങളിലൊക്കെ എന്ന് പറയുന്നത് ശരീരത്തിന് ഒട്ടും ബലമില്ലാതെ ഇരിക്കും, മുമ്പിൽ എന്തോ ഒരു അപകടം വന്നിരിക്കുന്ന രീതിയിലേക്ക് നമുക്ക് ഫീൽ ചെയ്യും. ഇതെല്ലാം ഈ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പിന്റെ സംഭവങ്ങളിൽ സംഭവിക്കുന്നതാണ്. അപ്പം ഇങ്ങനത്തെ പല ടൈപ്പ് ഉറക്ക കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അതിനകത്ത് ഏത് കാറ്റഗറിയാണ് എന്നുള്ളത് നമ്മൾ അറിയേണ്ടതാണ്. ഇനി ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ അബ്നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത്. നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു 10-10:30 നമ്മൾ കിടക്കുന്നു, രാത്രി വേണമെന്നുണ്ടെങ്കിൽ ഒരു തവണയൊക്കെ യൂറിൻ പാസ് ചെയ്യാനായിട്ട് എഴുന്നേക്കാം. അത് കഴിഞ്ഞേച്ച് വന്ന് കടന്നു, ഓൺ ദി സ്പോട്ട് തന്നെ കടന്നുറങ്ങി. പിന്നെ രാവിലെ നമ്മളൊരു 5 മണി 6 മണി 7 മണി ഏത് സമയം ആയിക്കോട്ടെ ആ സമയത്തേക്ക് എഴുന്നേക്കുന്നു എന്ന് പറയുന്നത് ഒരു നോർമൽ ആയിട്ടുള്ളൊരു രീതിയാണ്. എഴുന്നേക്കുന്ന സമയത്ത് നമ്മൾ ഫുള്ളി ഫ്രഷ് ആയിട്ട് എനർജറ്റിക് ആയിട്ട് നമ്മൾ എഴുന്നേക്കുന്നത്, അതായത് ശരീരത്തിന് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എഴുന്നേക്കുന്നതിനെയാണ് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉറക്കം എന്ന് പറയുന്നത്. പക്ഷെ ഡയബറ്റിക് കണ്ടീഷനിലും കിഡ്നി സ്റ്റോൺ കണ്ടീഷനുകളിലും യൂറിനറി ഇൻഫെക്ഷൻ കണ്ടീഷനിലും അസിഡിറ്റി കണ്ടീഷനിലും സ്ട്രെസ് ലെവൽ കൂടുന്ന സമയങ്ങളിലും ഒക്കെ നമ്മളിപ്പോൾ ഒരു മിനിമം 2, 3, 4 തവണയൊക്കെ ആയിട്ട് യൂറിൻ പാസ് ചെയ്യേണ്ട രീതിയിലേക്ക് വരും. അന്നേരം എഴുന്നേറ്റതിന് ശേഷം പിന്നെ അത് ഉറക്കം ക്ലിയർ ആകാത്ത കണ്ടീഷനിലേക്ക് പോകും. അങ്ങനെ ആകുമ്പോൾ അതൊരു ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അപ്പം ഇത്രയാണ് ഈ ഉറക്കമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ ഇതിനകത്ത് ഏത് കാറ്റഗറിയിൽ പെടുന്ന ആളാണ്. ചിലപ്പോൾ നമ്മൾ എന്തൊക്കെ കാരണം കൊണ്ട് നമുക്ക് ഉറക്കം പോകാം. ഒന്ന്, നമ്മൾ എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉറക്കം നഷ്ടപ്പെടാം. സ്ട്രെസ് ലെവൽ കൂടിയാൽ, അതായത് നമ്മുടെ ജോലിപരമായിട്ടുള്ള കാര്യങ്ങളിലോ കുടുംബപരമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടോ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഉറക്കം നഷ്ടപ്പെടാം. ഹോർമോണൽ ഇംബാലൻസ്, അതായത് മെലറ്റോണിൻ എന്ന് പറഞ്ഞൊരു ഹോർമോണൽ പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ട്, അതേപോലെ തന്നെ തൈറോയിഡിന്റെ ഹോർമോണൽ പ്രൊഡക്ഷന്റെ വേരിയേഷൻ കൊണ്ട്, അതേപോലെ ഇൻസുലിന്റെ പ്രൊഡക്ഷന്റെ കൂടുതൽ അളവ് ഉള്ളത് കൊണ്ട് അങ്ങനെയൊക്കെ ഹോർമോണൽ ഭാഗമായിട്ടും പ്രശ്നം വരും. പിന്നെ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ അസിഡിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പല സമയങ്ങളിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ആയിക്കോട്ടെ, അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എച്ച് പൈലോറി എന്ന് പറയുന്നൊരു ബാക്ടീരിയ, അത് വയറിനകത്ത് അതിന്റെ അളവ് കൂടുതലിന്റെ ഭാഗമായിട്ടായിക്കോട്ടെ, പല ടൈപ്പ് കാര്യങ്ങളിൽ നമുക്ക് വയറിന്റെ പ്രശ്നം കൊണ്ട് തന്നെ ഉറക്കം ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ രക്തക്കുറവ്. ഈ രക്തക്കുറവ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ എൻ്റെ ക്ലിനിക്കിൽ വരുന്ന പ്രത്യേകിച്ച് സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അവർക്ക് സഡൻ ചേഞ്ചസ് വരണമെന്നുണ്ടെങ്കിൽ ലൈപ്പോസോമൽ അയൺ എന്ന് പറയും, അതായത് ചീരയുടെ ഒരു എക്സ്ട്രാക്ട് ഉണ്ട്, ഇതിന്റെ ഒരു ക്യാപ്സൂൾ ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഭൂരിഭാഗം സ്ത്രീകളിൽ വരുന്ന പ്രശ്നത്തിനകത്ത് ഒരു പ്രശ്നമാണ് ഉറക്ക പ്രശ്നം. അപ്പൊ ഈ ഉറക്ക പ്രശ്നമുള്ള ആളുകൾക്ക് മറ്റു കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടും. അതില് 1 മുടി കൊഴിച്ചിൽ കാണും, 2 നെഞ്ചിടിപ്പ് കാണും, 3 ശരീരത്തിലെല്ലാം വേദനകള്, നീർക്കെട്ട്, ബുദ്ധിമുട്ടുകളൊക്കെ കാണും. 4മത്തത് കുറച്ച് എന്തെങ്കിലും പണിയെടുത്ത് കഴിഞ്ഞാൽ ഇരിക്കണമെന്ന് തോന്നും, കിടക്കണമെന്ന് തോന്നും, ക്ഷീണം വരും, മടിയുണ്ടാകും, അങ്ങനെ രീതിയിലേക്ക് മാറും. അതേപോലെ തന്നെ ജോയിന്റ്സിന് തേയ്മാനങ്ങൾ തുടങ്ങും, അസ്ഥി തേയ്മാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങും. പിന്നെ ബ്ലീഡിങ്, പീരിയഡ്സുമായിട്ട് ബന്ധപ്പെട്ട ബ്ലീഡിങ് റിലേറ്റഡ് പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പം നമ്മൾ നോക്കുമ്പം ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഒരു കാര്യമാണ് ഉറക്ക പ്രശ്നം. ബാക്കി മൊത്തം കിടക്കുന്ന ഇതാണ്. അപ്പം ഈ പറയുന്ന ആ വ്യക്തിയുടെ ഉറക്ക പ്രശ്നത്തിന്റെ കാരണം എന്ന് പറയുന്നത് അയൺ കണ്ടന്റ് കുറയുന്നതാണ്, രക്തക്കുറവ്. അയൺ സാധാരണ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യുന്നത് എന്തുവാ, HB ആണ്, അതായത് ഹീമോഗ്ലോബിൻ ആണ് നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത്. പക്ഷെ എൻ്റെ ക്ലിനിക്കിൽ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അയൺ ഫെറിറ്റിൻ.
ഈ പറയുന്ന ലക്ഷണങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചെക്ക് ചെയ്യേണ്ടത് അയനും ഫെറിറ്റിനുമാണ്. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. മുടി കൊഴിച്ചില്, നെഞ്ചിടിപ്പ്, ശരീരവേദനകള്, കാല് കടച്ചില്, കാല് കഴപ്പ്, അങ്ങനത്തെ ബുദ്ധിമുട്ടുകള്, അതേപോലെ തന്നെ കുറച്ച് പണിയെടുക്കുമ്പോഴത്തേനും ക്ഷീണം വരുന്നത്, അതേപോലെ തന്നെ ഉറക്ക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്, ഇത് 100% നമ്മുടെ രക്തക്കുറവായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെയുള്ളവര് HB അല്ല, HB ഭൂരിഭാഗ സമയങ്ങളിൽ നോർമൽ ആയിരിക്കും. അവരുടെ പ്രശ്നം അയൺ അല്ലെങ്കിൽ ഫെറിറ്റിൻ ആയിരിക്കും. അപ്പൊ അയൺ ഫെറിറ്റിൻ കുറയുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നമുക്ക് ബ്ലീഡിങ് റിലേറ്റഡ് പ്രശ്നം ഉണ്ടെങ്കിൽ, പീരിയഡ്സിലെ യൂട്രസിലെ മുഴ, സിസ്റ്റ്, അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളുള്ള സമയങ്ങളിൽ ബ്ലീഡിങ് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അയൺ കണ്ടന്റ് കുറയും. അതായത് രക്തത്തിലാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഭക്ഷണത്തിലാണെന്നുണ്ടെങ്കിൽ പോഷകം കുറവിന്റെ ഭാഗമായിട്ട്, പ്രത്യേകിച്ചും അയൺ കണ്ടന്റ് ഉള്ളത് ശരിക്കും പറഞ്ഞാല് ചീര, അതേപോലെ ചീര ഐറ്റംസിൽ, മുരിങ്ങയില അങ്ങനത്തെ പോലത്തെ ചീര ഐറ്റംസിൽ, പിന്നെ ഇറച്ചി, ഓർഗൻ മീറ്റുകള് മീനിലുണ്ട്, റാഗിയിലുണ്ട്, അതേപോലെ ചുമന്ന കളറുള്ള എല്ലാ തരം പഴവർഗ്ഗങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ആപ്പിൾ, മാതള നാരങ്ങ, അങ്ങനത്തെ ഫ്രൂട്ട്സിൽ, തണ്ണിമത്തൻ, അങ്ങനത്തെ ഫ്രൂട്ട്സിലുണ്ട്. അതേപോലെ ബീട്രൂട്ട്, ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം, പിന്നെ കറുത്ത എള്ള്, ഉണക്കമുന്തിരി, കറുത്ത മുന്തിരി, ഈ സംഭവങ്ങളെല്ലാം നമുക്ക് അയൺ കണ്ടിട്ട് കൂടുതലായിട്ട് ഉള്ള ഭക്ഷണമാണ്. ഇതിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവും. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ ഹൈപ്പർ അസിഡിറ്റി കണ്ടീഷൻ അല്ലെങ്കിൽ ഹൈപ്പോ അസിഡിറ്റി, ആസിഡിന്റെ പ്രൊഡക്ഷൻ കുറയുന്നതിന്റെ ഭാഗമായിട്ടും ആസിഡിന്റെ പ്രൊഡക്ഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും. കുറയുന്നതിന്റെ ഭാഗമായിട്ട് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന പ്രോട്ടീനകത്തുനിന്ന് ഈ പറയുന്ന അയൺ കണ്ടന്റ് ഒന്നും വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടും ആസിഡ് പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആസിഡ് പ്രൊഡക്ഷൻ കുറഞ്ഞതാണോ കൂടുതലാണോ നമുക്ക് എങ്ങനെ അറിയുന്നത്? അതും സിമ്പിൾ ആയിട്ടുള്ള കാര്യം. നമ്മുടെ ശരീരത്തില് പയറുപരിപ്പ് വർഗ്ഗങ്ങളോ നോൺ വെജോ കഴിക്കുമ്പോൾ വയറ് സ്തംഭിച്ചു വരിക, മലബന്ധം ഉണ്ടാകുക, ദഹന പ്രശ്നം ഉണ്ടാകുക ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തില്, നമ്മുടെ വയറ്റിനകത്ത് ആസിഡിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു. സിമ്പിൾ കാര്യം. ആസിഡ് പ്രൊഡക്ഷൻ കൂടി എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാല് എരിവ് കഴിക്കുമ്പം, പുളി കഴിക്കുമ്പം, അതേപോലെ തന്നെ ഈ ദാൽ ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ കഴിക്കുമ്പം, അതേപോലെ നമ്മുടെ പുട്ട് കഴിക്കുമ്പോഴൊക്കെ നെഞ്ചരിച്ചിലുണ്ടാകുന്നത്, ചിലർക്ക് ഉപ്മാവ് കഴിക്കുമ്പോൾ നെഞ്ചരിച്ചിലുണ്ടാകുന്നത്, ഈ ട്രാക്ക് എല്ലാം കിടക്കുന്നത് ഹൈപ്പർ അസിഡിറ്റിയിലാണ് കോമൺ ആയിട്ട് വരുന്നത്. ആസിഡ് പ്രൊഡക്ഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ട് അവർക്കൊന്നും പുളിയുള്ള ഒരു ചെറിയ സാധനം പോലും കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ നാരങ്ങവെള്ളം കുടിച്ചാൽ വരെ വയറ്റിൽ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഉറക്കമായിട്ട് നമ്മൾ തുടങ്ങിയെങ്കിലും ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരുന്നതാണ്. ഇനിയും നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഉറക്കം എന്ന് പറയുമ്പം നമ്മുടെ ബോഡിയുടെ ഒന്ന് റിപ്പയർ ആകാനുള്ളൊരു സമയമാണല്ലോ ഈ ഉറക്കത്തിന്റെ സമയം എന്ന് പറയുന്നത്. പല ആളുകളുടെ ഇപ്പൊ എൻ്റെ അടുത്ത് ഞാനിപ്പം അത്യാവശ്യം ലക്ഷക്കണക്കിന് ആൾക്കാരെ നമ്മൾ ഇത്രയും കൊല്ലത്തിൽ കൺസൾട്ട് ചെയ്തപ്പോൾ ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ, ഏറ്റവും കോമൺ ആയിട്ട് ആരോഗ്യ പ്രശ്നം സംഭവിക്കുന്നതിനകത്ത് നൈറ്റ് ഡ്യൂട്ടികൾ, ഷിഫ്റ്റ് ഡ്യൂട്ടികൾ ഭയങ്കരമായിട്ടും ശരീരത്തെ ഡാമേജ് വരുത്തുന്നുണ്ട്. അതായത് ബോഡിക്ക് ഒരു പ്രോപ്പർ ടൈമിങ് ബോഡിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ചില ദിവസം ആ വ്യക്തി 10 മണിക്ക് കിടന്നുറങ്ങും, ചില ദിവസം ആ വ്യക്തി രാവിലെ 8 മണിക്ക് കിടന്നുറങ്ങും. അപ്പം രാത്രി 10 മണിക്ക് കിടന്നുറങ്ങും, ചില ദിവസം രാവിലെ കിടന്നുറങ്ങും, ചില ദിവസം ഉച്ചയ്ക്ക് 11 മണിക്ക് കിടന്നുറങ്ങും. ഇങ്ങനെല്ലാം മാറി മാറി കിടക്കുമ്പോൾ ബോഡി ആകെ ഡിസോർഡർ ആവും. ബോഡിക്ക് ആവശ്യം എന്നാ, ഇപ്പം ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, നമ്മൾ അട്ടോഫേജി എന്ന് പറയും. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു മിനിമം 16 മണിക്കൂറത്തെ ഗ്യാപ്പ് ഫുഡിന് കൊടുത്തു കഴിഞ്ഞാൽ ബോഡി എന്ത് ചെയ്യും, ആ ശരീരത്തിനെ റിപ്പയർ ചെയ്ത് ക്ലീൻ ചെയ്ത് എടുക്കും. അതായത് രാവിലെ ഇപ്പൊ വൈകുന്നേരം ഒരു 6 മണിക്കാണ് ഫുഡ് കഴിക്കുന്നതെങ്കിൽ രാവിലെ 10 മണിക്കാണ് കഴിക്കുന്നതെങ്കിൽ 16 മണിക്കൂറായി അവിടെ തന്നെ. അപ്പൊ അന്നേരം എന്താണെന്ന് വെച്ചാൽ ബോഡിക്ക് ഒരു ഐഡിയ കിട്ടി, ഓക്കെ ഇനി എനിക്ക് ഫുഡ് കിട്ടത്തില്ല, അതുകൊണ്ട് ഞാൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫാറ്റിനെ ഉപയോഗിക്കുന്നതിന് പകരം ഞാൻ ബോഡിയിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസിനെ എല്ലാത്തിനെയും ക്ലീൻ ചെയ്ത് അതിനെ ബോഡിയുടെ സെല്ലുകളൊക്കെ റിപ്പയർ ചെയ്യാനായിട്ട് സമയം ചെലവഴിക്കാന്നുള്ള ബോഡിക്ക് ഒരു ഐഡിയ കിട്ടും. അതേപോലെ ഒരു ഐഡിയയാണ് ശരിക്കും പറഞ്ഞാൽ ഉറക്കം. കറക്റ്റ് ടൈമിൽ നമ്മൾ ആ ഉറക്കം മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടുന്നത്. പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കുന്നത് വെച്ചാല് ടൈമുകൾ മാറി മാറി പോയി കഴിഞ്ഞാൽ
ഈ ബോഡിക്ക് കൺഫ്യൂഷൻ വരും. ഏത് സമയത്താണ് ഈ വ്യക്തി ഉറങ്ങുന്നത്, ഏത് സമയത്താണ് റിപ്പയർ പണി ചെയ്യേണ്ടത്. കാരണം ഒരു വ്യക്തിക്ക് സാമാന്യമായിട്ട് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ ഉറക്കം കിട്ടണം, ഓർമ്മ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഉറക്കം കിട്ടണം. കോശങ്ങളിൽ ഇപ്പം നമ്മളിപ്പോ ജിമ്മിൽ പോവും ആൾക്കാര് പലരും. ജിമ്മിൽ പോയിട്ട് നല്ല വർക്കൗട്ട് ചെയ്ത് നല്ല കാര്യങ്ങളെല്ലാം ചെയ്തു എന്ന് പറഞ്ഞാലും ശരിക്കും പറഞ്ഞ ജിമ്മിൽ പോകുമ്പോഴല്ല ശരീരത്തിന്റെ മസിൽസിന് വളർച്ച വരുന്നതും അല്ലെങ്കിൽ ആ ഡാമേജ് വന്നത് ഹീലാവുന്നതും എപ്പോഴും ഉറക്കത്തിന്റെ സമയത്താണ്, റെസ്റ്റ് എടുക്കുമ്പോഴാണ്. അപ്പം ജിമ്മിൽ പോയാൽ ഉറപ്പായിട്ടും കറക്റ്റായിട്ട് ഉറങ്ങിയില്ലെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മസില് ഡാമേജ് ആയി പോകും. അപ്പൊ അതേപോലെ ഉറക്കം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. അപ്പൊ അതായത് ചില ആളുകള് രാത്രിയില് കിടക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ഭക്ഷണം കഴിക്കും, വയറു നിറയെ ഭക്ഷണം കഴിക്കും. അങ്ങനെ വന്നാൽ അത് വീണ്ടും ശരീരത്തെ ബേർഡൻ കൂട്ടുന്നത് കൊണ്ട് അതിന്റെ ഭാഗമായിട്ടും ഉറക്ക പ്രശ്നം ഉണ്ടാവും. അപ്പൊ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വരുന്നത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ നമ്മുടെ ബോഡിയുടെ താളം തെറ്റി എന്ന് അറിയുന്നതിന്റെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എന്താ പറയാ, മുടി കൊഴിച്ചിലുണ്ടാകും, അതേപോലെ തന്നെ ക്ഷീണം വരും, ഉറക്കം കൂടും. അതായത് ചിലര് വേണമെന്ന സമയത്ത് ഉറങ്ങത്തില്ല, അവര് രാത്രി കിടന്ന ഉറക്കം മര്യാദയ്ക്കൊന്നും വരത്തില്ല, അല്ലെങ്കിൽ രാത്രി പലതവണ എഴുന്നേൽക്കുന്നു, ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ രാവിലെ മൊത്തം തൂങ്ങി നടക്കും. കുറച്ചെന്തെങ്കിലും പണിയെടുക്കുമ്പോഴത്തേനും ഉറങ്ങണമെന്ന് തോന്നും. അല്ലെങ്കിൽ വെറുതെ TV കണ്ടോണ്ടിരുന്ന അവിടെ ഉറക്കം തൂങ്ങിയിരിക്കും. വെറുതെ ഫോൺ നോക്കിക്കൊണ്ടിരുന്ന ഫോൺ കയ്യിൽ നിന്ന് താഴെ വീണു ഉറങ്ങിയിട്ട് മനസ്സിലാകത്തില്ല. പലപ്പോഴും അതിരാവിലെ നടക്കുന്ന ആക്സിഡന്റുകളിൽ ഭൂരിഭാഗവും, അതായത് ഈ 3 മണി 4 മണി 5 മണി 6 മണി 7 മണി ഈ സമയങ്ങളിൽ നടക്കുന്ന ആക്സിഡന്റുകളിൽ ഭൂരിഭാഗം കിടക്കുന്നത് ഉറക്കത്തിന്റെ കാരണം കൊണ്ടാണ്. അതായത് ശരീരത്തിന് എങ്ങനെയൊക്കെയോ ശരീരം കാണിക്കുകയാണ് എനിക്ക് പറ്റുന്നില്ല എന്ന്. പക്ഷെ നമ്മളത് മനസ്സിലാക്കാതെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. ഞാൻ ആലോചന ചെയ്തിട്ടുണ്ട്, ഈ പുറത്തൊക്കെ പോയിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പം ഈ പുറത്തൊക്കെ പോയി ജോലി ചെയ്തിട്ട് ഇവർ ഈ സമ്പാദിക്കുന്ന മൊത്തം കാശ് കൊണ്ടുപോയിട്ട് ആശുപത്രി കളയാനേ ഉള്ളൂ. അല്ലാതെ എന്താ പറയാ, ഞാനൊരു 80% ആൾക്കാരുടെ കാര്യം പറയുന്നു, 100% പറയുന്നില്ല. 80% ആൾക്കാരുടെ എന്ന് പറയുന്നത് പുറത്ത് ജീവിക്കുന്ന ആൾക്കാര്, ഇപ്പൊ UK-യിലും US-ലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ഒക്കെ ഉള്ള ആൾക്കാര്, അവരുടെ സമ്പാദ്യം എന്ന് പറയുന്നത് അവരെ രാവും പകലും കഷ്ടപ്പെട്ട് അധ്വാനിച്ചു എന്ന് പറഞ്ഞാലും അതൊന്നും ഒരു പരിധി കൂടുതൽ ആസ്വദിക്കാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. ഇപ്പം ജൂൺ ജൂലൈ സമയങ്ങളിൽ ഭൂരിഭാഗവും ദുബായ് ആൾക്കാരാണ് വരുന്നത്. അതായത് UAE-യിലുള്ളവര്. അവര് വരുമ്പോൾ അവര് നമ്മുടെ അടുത്ത് വരുന്നു, കാര്യങ്ങൾ പറയുന്നു. അവര് 3 മാസം 6 മാസത്തേക്കുള്ള മരുന്നുകളായിക്കോട്ടെ, ഡയറ്റിന്റെ രീതികളായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ചെയ്തോണ്ടാ പോകുന്നത്. കാരണം വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് താരന് സ്കിൻ പ്രശ്നങ്ങളും അസിഡിറ്റി പ്രശ്നം. ഇത് മൂന്നും UAE ഭാഗത്ത് വളരെ കോമൺ ആണ്. അപ്പൊ നമ്മൾ ഫുള്ള് ഇത് തന്നെയാണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പം 100 പേര് അബ്രോഡിലുള്ള ആൾക്കാരാണ് ഇവിടെ കൺസൾട്ടേഷന് വരുന്നതെങ്കിൽ അതിനകത്ത് എന്റെ ഒരു ഏകദേശം ഒരു റഫ് ഐഡിയ ആണ്, ഞാൻ കറക്റ്റ് ആയിട്ടുള്ള ഇതല്ല പറയുന്നത്, എന്നാലും ഒരു 80 പേർക്കും, അതായത് 80% ആൾക്കാരുടെയും പ്രശ്നം സ്ട്രെസ്സാണ്. അപ്പൊ ഒന്ന് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിന്റെ ഒരു സ്ട്രെസ്, രണ്ടാമത്തത് സെറ്റിൽ ആകാത്തതിന്റെ ഒരു സ്ട്രെസ്, മൂന്നാമത്തത് ജോലിയുടെ ടൈമിങ്സും ഇവരുടെ കാര്യങ്ങളും എല്ലാം കൂടെ ഇങ്ങനെ കടക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്ട്രെസ്, പിന്നെ അധ്വാനിക്കുന്ന ഭൂരിഭാഗം പൈസയും അവിടുത്തെ ചെലവുകളായിട്ടാണ് പോകുന്നത്. അപ്പൊ ഇതെല്ലാം ആയി കഴിയുമ്പോൾ എന്ന് വെച്ചാല് ഇവരുടെ ഉറക്ക പ്രശ്നങ്ങളാവുന്നു, ഇവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട് കയറുന്നു. പിന്നെ ഇപ്പൊ നമ്മളിപ്പം ഓൺലൈൻ കൺസൾട്ടേഷന്റെ സമയത്ത് ഡോക്ടറോട് കൺസൾട്ട് ചെയ്യണം, ഓൺലൈൻ ആയിക്കോട്ടെ, എന്തായാലും മതി ഞങ്ങൾക്ക് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ നമ്മൾ പോയിരിക്കുമ്പം ഇത് തന്നെയാണ് പ്രശ്നം. അപ്പം ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് എന്തിനാണ് ഈ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്നത്? എല്ലാം വേസ്റ്റ് ആണ്. ചുമ്മാതെ ഇങ്ങനെ കാശുണ്ടാക്കുക എന്നുള്ളതേ ഉള്ളൂ. ഈ പൈസ മൊത്തം ഈ നാട്ടിലുള്ള ഓരോ ആശുപത്രികൾക്ക് എന്താ പറയാ, ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കാൻ, ഓരോ ബിൽഡിംഗ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുക അല്ലാതെ പ്രത്യേകിച്ച് മെച്ചമൊന്നും ഇതിനകത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഉറക്കം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണെങ്കിലും ഇത് ആദ്യമേ നമ്മുടെ അത് പണി പാളിപ്പോയി എന്നൊരു തോന്നലിന്റെ ഒരു മെയിൻ സംഭവമാണ് ഉറക്ക പ്രശ്നം. സോ അതുകൊണ്ട് എന്തായാലും ഇതില് പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഓൾമോസ്റ്റ് ഇപ്പൊ ഒരു 9:05 അപ്പം എനിക്ക് എന്തായാലും ഇനി നമുക്കൊരു 2 വേ ഇന്ററാക്ഷൻ ചെയ്യാം. കാരണം നമ്മളിപ്പം
ഒരേ സബ്ജക്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പം ഒത്തിരി സബ്ജക്റ്റുകൾ ഇതിനകത്ത് കയറി വരും. സോ അതുകൊണ്ട് നമ്മളിപ്പോ കേട്ടതിൽ വെച്ച് നമുക്ക് ഒത്തിരി സംശയങ്ങൾ കാണും, ഒത്തിരി എന്താ പറയാ ചോദ്യങ്ങൾ കാണും. അപ്പൊ നിങ്ങൾ ഓരോ ചോദ്യങ്ങൾ വരുന്നതനുസരിച്ച് എനിക്ക് ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് പോകാൻ പറ്റും. അപ്പം ഒന്നാം നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിടുവാണെന്നുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾ നോക്കിയിട്ട് ഞാൻ അതിനുള്ള ആൻസറുകൾ പറയാം ഇതുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ സബ്ജക്റ്റ് ഇനിയും പറയുന്നതിനകത്ത് ഡെഫിഷ്യൻസീസ്, പോഷകവും ഉറക്കക്കുറവും എങ്ങനെയാണ് കണക്റ്റഡ്, അതായത് നമ്മുടെ മെയിൻ സബ്ജക്റ്റ് ആണ്. അതിനകത്ത് ഒന്നാമത്തെ കാര്യം, ആരെങ്കിലും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നോക്കേണ്ടത് വിറ്റമിൻ ഡി ആണ്. വിറ്റമിൻ ഡി എന്ന് പറയുന്നത് ഭൂരിഭാഗം ആളുകളിലും കുറവാണ്. വിറ്റമിൻ ഡി കുറവായി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഉറക്ക ബുദ്ധിമുട്ടുകൾ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് വിറ്റമിൻ ഡിയുടെ അളവ് എത്ര ഉണ്ടെന്ന് അറിഞ്ഞേച്ച് സാധാരണ രീതിയിൽ ഒരു 30 തൊട്ട് 80 വരെയാണ് നോർമൽ റേഞ്ച് ആയിട്ട് പറയുന്നത്. 30ന്റെ താഴോട്ട് ഒരു 20 വരെ സഫീഷ്യന്റ് അല്ല എന്നുള്ള രീതിയിൽ, 20ന് താഴോട്ട് വരുന്നതിനെ ഡെഫിഷ്യന്റ് എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പം നമുക്ക് ഇപ്പൊ ഞാനാണ് ഇത് ഒരു ടെസ്റ്റ് ചെയ്യിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങളുടെ വിറ്റമിൻ ഡി എന്ന് പറയുന്നത് ഒരു 60ന്റെ മുകളിൽ മെയിൻറ്റെയിൻ ആകണം. 10, 15, 20, 30 പിടിച്ചുകൊണ്ടിരുന്ന ഒന്നും നമുക്ക് എന്താ പറയാ മെച്ചം കിട്ടത്തില്ല. മെച്ചം കിട്ടൽ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമുക്കൊരു ഡിപ്രഷൻ വരുന്നുണ്ടെങ്കിലും വിറ്റമിൻ ഡി കുറഞ്ഞു, ഉറക്കം കുറവാണെങ്കിൽ വിറ്റമിൻ ഡി കുറഞ്ഞു, മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ വിറ്റമിൻ ഡി കുറഞ്ഞു, സന്ധി വേദനകളുണ്ടെങ്കിൽ വിറ്റമിൻ ഡി കുറഞ്ഞു, നമ്മുടെ മറവി ഉണ്ടെന്നുണ്ടെങ്കിൽ വിറ്റമിൻ ഡി കുറഞ്ഞു, റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസും കാര്യങ്ങളും വരുന്നുണ്ടെങ്കിൽ വിറ്റമിൻ ഡി കുറഞ്ഞു. അപ്പൊ നമ്മൾ അറിയേണ്ടത് അതായത് വിറ്റമിൻ ഡി എന്ന് പറയുന്നത് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. കാരണം അതിനൊരു 1000 രൂപ വരും ടെസ്റ്റ് ചെയ്യാൻ തന്നെ. ഇനി അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിറ്റമിൻ ഡിയുടെ 2-3 സോഴ്സ് ആണുള്ളത്. ഒന്നാമത്തെ സോഴ്സ് എന്ന് പറയുന്നത് സൺലൈറ്റ് ആണ്, സൂര്യപ്രകാശമാണ്. പക്ഷെ ഈ സൂര്യപ്രകാശം എന്ന് പറഞ്ഞാലും അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ്. പക്ഷെ ഒരു 11 മണി തൊട്ട് 3 മണി വരെയുള്ള സമയമാണ് ശരിക്കും പറഞ്ഞാൽ വിറ്റമിൻ ഡി നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടുന്നൊരു സമയം. ആ സമയത്ത് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ വെയിലത്ത് നിന്നെങ്കിൽ മാത്രമേ, അതും തുണി കുറവായിരിക്കണം, ഫുള്ളി കവർ ചെയ്തുകൊണ്ടിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസത്തേക്കുള്ള വിറ്റമിൻ ഡി നമുക്ക് കിട്ടും. ഒരു ദിവസത്തേക്ക് നമ്മുടെ ശരീരത്തിൽ വിറ്റമിൻ ഡി ആവശ്യം എത്രയെന്ന് ചോദിച്ചാൽ 800 IU എന്ന് പറയുന്നൊരു യൂണിറ്റ് ആണ്, അതായത് 800 യൂണിറ്റ് ആണ്. അപ്പൊ ഈ 800 IU യൂണിറ്റ് നമ്മൾ ഈ 11 മണി തൊട്ട് 3 മണി വരെയുള്ള സമയത്ത് മിനിമം അരമണിക്കൂർ ഫുള്ളായിട്ട് വെയിൽ കൊണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരളവാണ്. അതാണെങ്കിൽ ഓക്കെ, കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. പക്ഷേ നമ്മൾ ആരാണ് ഈ സമയത്ത് പോയിട്ട് വെയിലത്ത് നിൽക്കുന്നത്? ആരാണ് ഈ സമയത്ത് വെയിലത്ത് നിന്ന് ജോലി നോക്കുന്നത്? അങ്ങനെയുള്ളവർ വളരെ കുറവാണ്. അപ്പൊ നമ്മൾ ഈ ഇളം വെയിൽ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. വെള്ളം വെയിൽ കൊള്ളുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഉദ്ദേശിക്കുന്ന അളവിലേക്ക് വിറ്റമിൻ ഡി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇളം വെയിലൊന്നും മതിയാകത്തില്ല. അതായത് രാവിലെയും വൈകിട്ടും ഉള്ള വെയിലുകൾ കൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗം ഇല്ലെന്ന് പറയുന്നില്ല, മെയിൻ ഉപയോഗം കിട്ടത്തില്ല. അപ്പൊ എന്താ ചെയ്യണം? പിന്നെ ഫുഡിൽ എങ്ങനെയാണ്? ഫുഡിലാണെങ്കിൽ ഭയങ്കര കുറവാണ്. ഇപ്പം ഒരു ഗ്ലാസ് പാല് കുടിച്ചാൽ 40 IU ആണ് കിട്ടും, 40 യൂണിറ്റ് കിട്ടും. അപ്പൊ നമുക്ക് ഒരു ദിവസം വേണ്ടത് 800 യൂണിറ്റ് ആണ്. 800 IU എന്ന് പറയുന്ന ഈ അളവ് കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര ഗ്ലാസ് പാല് കുടിക്കേണ്ടി വരും നമ്മള്? അതേപോലെ മുട്ടയിലായിക്കോട്ടെ, എന്താ പറയാ മറ്റു നോൺ വെജ് ഐറ്റംസിലായിക്കോട്ടെ, ഇതിലെല്ലാത്തിനകത്തും വിറ്റമിൻ ഡി ഉണ്ട്, പക്ഷെ വളരെ കുറവ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മള് എന്താ പറയാ വിറ്റമിൻ ഡിയുടെ അളവ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ആവണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഡൈജഷൻ പ്രോപ്പർ ആവണം, ഫാറ്റ് ലിവർ ക്ലിയർ ആവണം. അപ്പൊ ലിവറിനകത്ത് ഫാറ്റ് നിറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പറയുന്നതിനകത്ത് ഭൂരിഭാഗവും ശരീരത്തിൽ ഉപയോഗപ്പെടത്തില്ല. ഡൈജഷൻ ക്ലിയർ അല്ല, ഡൈജസ്റ്റീവ് എൻസൈംസ് ബോഡിയിൽ ഇല്ല. അങ്ങനെ പല രീതിയിലുള്ള ദഹനം പരമായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് വിറ്റമിൻ ഡി ശരീരത്ത് ഉപയോഗപ്പെടത്തില്ല. പിന്നെ സപ്ലിമെന്റ്സ്, മരുന്ന്, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്. എന്നാലും നമുക്ക് ഇപ്പൊ കോവിഡ് സമയത്താണെന്നുണ്ടെങ്കിലും പിടിച്ചു നിന്നവര്
ശരിക്കും പറഞ്ഞാൽ വിറ്റമിൻ ഡി നല്ല അളവിൽ ബ്ലഡിലുള്ള ആളുകളിലാണ് ശരിക്കും പറഞ്ഞാൽ പിടിച്ചു നിന്നത് വരും. അല്ലാത്ത ആൾക്കാർക്കാണ് അതായത് മരണം സംഭവിച്ച കോവിഡ് മരണം സംഭവിച്ച ആ ആളുകളിൽ നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മരിച്ച എല്ലാ ആളുകളിലും വിറ്റമിൻ ഡി കുറവായിരുന്നു. അപ്പൊ നമുക്കൊരു ഇപ്പൊ ഈ വാക്സിൻ എടുത്തുകൊണ്ട് മാത്രമൊന്നും അല്ല ശരീരത്തില് ഇപ്പം എന്താ പറയാ കോവിഡിനെ അതിജീവിച്ച് നിൽക്കുന്നത്. അത് വാക്സിൻ എടുത്തില്ലെങ്കിലും നിൽക്കും. പക്ഷെ നമ്മൾ ഈ പറയുന്ന പോഷകങ്ങളും കാര്യങ്ങളെല്ലാം നല്ല അളവിൽ നമ്മുടെ ബോഡിയിലേക്ക് മെയിൻറ്റെയിൻ ആയെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. അല്ലാതെ വേറെ കാരണം കൊണ്ടൊന്നുമല്ല. അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് നമ്മൾ ഞാൻ ഏറ്റവും കൂടുതൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു മേഖല എന്ന് പറയുന്നത് തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ അപ്പനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ അപ്പന്റെ വീട്ടിലോ അമ്മയുടെ വീട്ടിലോ ആർക്കെങ്കിലും തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുള്ള ആളുകളിൽ അവരുടെ മക്കളിൽ കാണിക്കുന്ന ആദ്യ ലക്ഷണം എന്ന് പറയുന്നത് അലർജി പ്രശ്നങ്ങളായിരിക്കും. തുമ്മല്, എപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുമ്മല് പ്രശ്നങ്ങളായിരിക്കും. പിന്നെ ചിലർക്ക് ശ്വാസമുട്ടലായിരിക്കും, ചിലർക്ക് മുടി കൊഴിച്ചിലായിരിക്കും, ചിലർക്ക് താരനായിരിക്കും, പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ PCOD പ്രശ്നങ്ങളായിരിക്കും. അതേപോലെ തന്നെ അലർജി പ്രശ്നങ്ങളുണ്ട്, സ്കിൻ പ്രശ്നങ്ങളുണ്ട്. ഒന്നാ ശരീരം മെലിഞ്ഞിരിക്കും അല്ലെങ്കിൽ വണ്ണം വെച്ചിരിക്കും. ഇങ്ങനത്തെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് നോർമൽ തൈറോയിഡ് ടെസ്റ്റ് ചെയ്ത് നോർമൽ ആയിരിക്കും. T3, T4, TSH ഒക്കെ ചെക്ക് ചെയ്താൽ അങ്ങനെയുള്ളവർക്കാണ് തൈറോയിഡിനെ സ്കാൻ ചെയ്യുമ്പം തൈറോയിഡിൽ നീർക്കെട്ട് കാണിക്കും. ചില ആളുകളിൽ തൈറോയിഡിന്റെ ആന്റിബോഡി ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഹൈ ആയിരിക്കും. ആ കണ്ടീഷനിൽ ഞാനിപ്പം ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നമ്മൾ ഈ റിസർച്ച് ചെയ്യുമ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ വിറ്റമിൻ ഡി കുറയുവോ അയൺ കുറയുവോ ഫെറിറ്റിൻ കുറയുവോ ചെയ്താൽ ഉറപ്പായിട്ടും അപ്പനും അമ്മയ്ക്ക് തൈറോയ്ഡ് ഉണ്ടെങ്കിൽ ആ മക്കൾക്ക് തൈറോയ്ഡ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം തൈറോയിഡൈറ്റിസ് ഉള്ള ആളുകളിൽ എന്റെ കണ്ടുപിടുത്തമാണ്, ഞാൻ ചെയ്തതിൽ എനിക്ക് മനസ്സിലായ കാര്യം, തൈറോയിഡൈറ്റിസ് വന്നിട്ട് 8 തൊട്ട് 10 കൊല്ലത്തിനുള്ളിലാണ് നോർമൽ ഹൈപ്പോ തൈറോയിഡിസം വരാറുള്ളത് പൊതുവെ. അപ്പൊ ആദ്യം തൈറോയിഡിൽ നീർക്കെട്ടുണ്ടാകുന്നു, പിന്നെയാണ് ഹോർമോൺ പ്രശ്നം തുടങ്ങുന്നത്. പക്ഷെ നീർക്കെട്ടുണ്ടാകുന്ന സമയത്ത് തന്നെ തൈറോയിഡിന്റെ എല്ലാ സിംറ്റംസും കാണിക്കാൻ തുടങ്ങും. അപ്പൊ അന്നേരം നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ അയന്റെ കണ്ടന്റും വിറ്റമിൻ ഡിയും omega-3 അങ്ങനത്തെ നല്ല അളവിൽ നമ്മൾ സപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ സിംറ്റംസ് എല്ലാം ക്ലിയർ ആവും. എന്ന് വെച്ചാൽ ഇവർക്ക് ഒന്നാമതേ ബ്ലഡിൽ യാതൊരു കുഴപ്പമില്ല, പക്ഷെ എല്ലാ പ്രശ്നങ്ങളും കാണിക്കും. അപ്പം അവരുടെ പാരമ്പര്യ രീതിയിൽ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം ഈ ട്രാക്കിൽ ട്രീറ്റ് ചെയ്യുമ്പോഴത്തേനും നല്ല ചേഞ്ചസ് ആണ് അവർക്ക് വരുന്നത്. കാരണം ഒന്ന് ആലോചിച്ചേ, ഒരു പ്രശ്നവുമില്ല, മുടി ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ബ്ലഡ് ചെക്ക് ചെയ്ത് യാതൊരു കുഴപ്പമില്ല, സ്കാൻ ചെയ്താലും കുഴപ്പമില്ല. പിന്നെ എന്തെന്ന് പറഞ്ഞാൽ ട്രീറ്റ് ചെയ്യുന്നത് പലപ്പോഴും കുട്ടികളിൽ കാണിക്കുന്നതാണ് എപ്പോഴും തുമ്മല്. രാവിലെ എഴുന്നേറ്റ് മിനിമം ഒരു അരമണിക്കൂർ കിടന്ന് തുമ്മുന്ന കുട്ടികളുണ്ട്. അപ്പോഴേ നമ്മൾ നോക്കുന്ന എന്തുവാ, അപ്പൻ്റെ അമ്മയ്ക്ക് ആർക്കെങ്കിലും തൈറോയ്ഡ് ഉണ്ടോ, അപ്പന്റെ പെങ്ങന്മാർക്കുണ്ടോ, അമ്മയുടെ ചേർത്തി അനിയത്തിമാർക്കുണ്ടോ, അവരുടെ അപ്പനും അമ്മയ്ക്കും ഉണ്ടോ, എല്ലാം നോക്കുക. ആദ്യം ഹെറിഡിറ്ററി ആണ് ഇതിനകത്ത് ഭൂരിഭാഗം നോക്കുന്നത്. നമ്മൾ ഏത് ജീനിലുള്ളവരാണെന്ന് മനസ്സിലാക്കിയിട്ട് ആണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് പോഷകം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഭൂരിഭാഗം സാഹചര്യങ്ങളിൽ നമുക്ക് പോഷകങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ആൾക്കാരുടെ കണ്ടിട്ടില്ലേ, അവർക്ക് ഭയങ്കരമായിട്ടും കാലുകഴപ്പാണ്, കടച്ചിലാണ്, നടുവിന് താഴോട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവർക്ക് എപ്പോഴും എന്താ പറയാ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ശരീരത്തിന് എപ്പോഴും ക്ഷീണം. കുറച്ച് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ക്ഷീണം വരുന്ന രീതിയുണ്ട്. ഇവരുടെ മെയിൻ പ്രശ്നം എന്നറിയോ, വിറ്റമിൻ B12 ആണ്. അപ്പം വിറ്റമിൻ B12 ഒഫീഷ്യലി ഉള്ളത് നോൺ വെജ് ഐറ്റംസിലാണ്, കാരണം അതിനകത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. പക്ഷേ വെജിറ്റേറിയൻസിൽ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ ഗട്ടിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ, കുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് വിറ്റമിൻ B12 എന്ന് പറയുന്നത് ബോഡിയിൽ തന്നെ കുടലിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. പലപ്പോഴും അവർക്ക് ദഹന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ B12 ബോഡിയിൽ പ്രൊഡ്യൂസ് ആവത്തില്ല. അങ്ങനെയുള്ളവരിൽ ഭൂരിഭാഗം കാണുന്നത് ക്ഷീണം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടോ, B12 ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഇനി B12ന്റെ നോർമൽ റേഞ്ച് എത്രയാ, ഒരു 210 തൊട്ട് 900 വരെയാണ് നോർമൽ റേഞ്ച്. അതിനകത്ത് 600ന്റെ മുകളിൽ മെയിൻറ്റെയിൻ ആയെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. ഈ 200, 300 ഒക്കെ വെച്ചുകൊണ്ടിരുന്നാലൊന്നും കാര്യമില്ല, കാരണം അത് ഭയങ്കര ലോ ആണ്. 100% അവർക്ക് ഈ പറയുന്ന ക്ഷീണത്തിന്റെ പ്രശ്നങ്ങളും മുടി കൊഴിച്ചിലും ഉറക്കക്കുറവും ഓർമ്മയുടെ ബുദ്ധിമുട്ടുകളും മടിയുണ്ടാകുന്നത് സന്ധിവേദനകള് ഇതെല്ലാം തുടങ്ങും.
അപ്പൊ ഇതാണ് നമ്മൾ ആ ഒരു സത്യം മനസ്സിലാക്കുന്നത്. പോഷകം എന്ന് പറയുന്നത് നിസ്സാര സംഭവമല്ല. നമ്മുടെ വിശ്വാസം എന്തും ആയിക്കോട്ടെ. ചിലർക്ക് എന്താ പറയാ, വെളുത്തുള്ളി കഴിക്കാൻ പാടില്ല. ചിലർക്ക് മണ്ണിന്റെ താഴെ വിളഞ്ഞ സാധനം പാടില്ല. ചില ആളുകളിൽ ഉള്ളത് നോൺ വെജ് കഴിക്കാൻ പാടില്ല. ചില ആളുകളുടെ വിശ്വാസത്തിൽ പന്നി കഴിക്കാൻ പാടില്ല. ചില ആളുകളുടെ വിശ്വാസത്തില് ബീഫ് കഴിക്കാൻ പാടില്ല. ചില ആളുകളില് പാല് പ്രശ്നമാണ്. പല പല രീതിയിലുള്ള കാര്യങ്ങൾ. ചിലര് പറയാറുണ്ട് മീനും തൈരും ഒരുമിച്ച് കഴിക്കാൻ പാടില്ല. ഇതൊക്കെ അവരവരുടെ ചിന്തകളും വിശ്വാസങ്ങളിലും പെടുന്നൊരു കാര്യമാണ്. പക്ഷേ ഇതെല്ലാം ശരീര രീതി വെച്ച് നോക്കുമ്പോൾ ശരീരത്തിന് ആ വ്യക്തി എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റേ അല്ല. അതായത് ഉള്ളിലേക്ക് ഇടുന്നതിന് ഇപ്പൊ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്താ പറയാ, ഒരു വാഴയ്ക്ക് ചാണകം ഇട്ടാലും അതിനകത്ത് നിന്ന് വാഴ വലിച്ചെടുക്കുന്നത് കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാഷ്യം എന്നൊക്കെ പറയുന്ന സാധനങ്ങളിലാണ്. ഇനിയും ആ വാഴയ്ക്ക് പായസം കൊണ്ട് ഒഴിച്ചെന്ന് വെച്ചോ, എന്നാലും ആ വാഴ വലിച്ചെടുക്കുന്ന പായസമായിട്ടല്ല, അതിനകത്തുള്ള കെമിക്കലായിട്ടാണ്. അതിനകത്ത് കാൽസ്യം എത്ര കിട്ടി, പൊട്ടാഷ്യം എത്ര കിട്ടി, ഇങ്ങനെ നോക്കത്തുള്ളൂ. അതേപോലെയാണ് ശരീരം. നമ്മൾ എന്ത് കഴിക്കുന്നു എന്നല്ല. ഇപ്പൊ നമ്മൾക്ക് ചിക്കൻ കഴിക്കുന്ന ആൾക്കാരായിരിക്കാം, അവർ ചിക്കൻ കഴിച്ചോട്ടെ. അപ്പം നമ്മൾ നോക്കുമ്പം ചൈനക്കാര് പല്ലിയെ കഴിക്കുന്നു, പാറ്റായെ കഴിക്കുന്നു, പാമ്പിനെ കഴിക്കുന്നു. അപ്പൊ നമുക്ക് തോന്നുന്നു അയ്യോ എങ്ങനെയാണ് ഇവര് കഴിക്കുന്നത് എന്നുള്ള രീതിയിൽ. പട്ടിയെ കഴിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ശരീരത്തിന് പട്ടിയായാലും എന്താ, പാമ്പായാലും എന്താ, പല്ലി ആയാലും എന്താ, അല്ലെങ്കിൽ ചിക്കൻ ആയാലും എന്താ, ബീഫ് ആയാലും എന്താ, ശരീരത്തിന് പ്രോട്ടീൻ, ഫാറ്റും പ്രോട്ടീനും ആണ് ഉള്ളത്. ഈ സാധനം ബോഡിയിലേക്ക് ഏത് ഫോമിൽ വരുന്നോ അതിൽ നിന്ന് പ്രോട്ടീനെ മാത്രം എടുക്കുന്നു എന്നുള്ളതല്ലാതെ അത് ആ വ്യക്തിയുടെ വിശ്വാസങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല ശരീരത്തിൽ. ശരീരം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആയിട്ട് കാലങ്ങളായിട്ട് സിവിലൈസ്ഡ് ആയിട്ട് കയറി വന്നേക്കുന്ന കാര്യമാണ്. പണ്ട് എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? പണ്ട് ആദ്യമൊക്കെ എന്ന് പറയുന്നത് എന്താ പറയാ, പഴങ്ങളും കഴിച്ചും ഇലകൾ കഴിച്ച് ഇങ്ങനൊക്കെ തേനൊക്കെ കഴിച്ച് ജീവിച്ചിരുന്നതാണ്. പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കഴിക്കുമായിരുന്നു. ഇതിനെ ഇപ്പൊ നമ്മൾ വലിയ സംഭവമായിട്ട് പാലിയോ ഡയറ്റ് എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അതായത് ആദിമകാലത്ത് എങ്ങനെയാണ് ജീവിച്ചിരുന്നത് അതിനെയാണ് ആ ഡയറ്റിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്, പാലിയോ ഡയറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പിന്നെ ഒരു കൃഷിയൊക്കെ കണ്ടുപിടിച്ചിട്ട് ആകെ ഒരു 10,000 വർഷമേ ആയിട്ടുള്ളൂ. കൂടിപ്പോയാൽ 5,000 തൊട്ട് 10,000 വർഷത്തിനുള്ളിലായിട്ടുള്ളൂ. ഇത് അതിനു മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ്? ആദ്യം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കഴിച്ചെങ്കിലും പിന്നെ തീ കണ്ടുപിടിച്ചു, വേട്ടയാടാൻ തുടങ്ങി. ആദ്യം പച്ച ഇറച്ചിയൊക്കെ തിന്നുകൊണ്ടിരുന്നത്. പിന്നെ തീ കണ്ടുപിടിച്ചതിന് ശേഷം അത് വേവിച്ച് കഴിക്കാൻ തുടങ്ങി. വേവിച്ച് കഴിക്കുമ്പോഴായിരുന്നു കുറച്ചുകൂടെ ദഹനമൊക്കെ പറ്റാൻ തുടങ്ങിയത്. അതിനുശേഷം, അതായത് ഇതൊക്കെ ആദിമകാലത്തുള്ള കാര്യമാണ്. അതായത് മുട്ട കഴിക്കാറുണ്ട്, പാല് കഴിക്കാറുണ്ട്, അതേപോലെ തന്നെ തേന് കഴിക്കാറുണ്ട്, കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കാറുണ്ട്, പഴവർഗ്ഗങ്ങൾ കഴിക്കാറുണ്ട്, ഏലക്കറികൾ കഴിക്കാറുണ്ട്, മീൻ കഴിക്കാറുണ്ട്, ഇറച്ചി കഴിക്കാറുണ്ട്. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞ ആദിമകാലത്ത് ഉണ്ടായിരുന്നത്. അതിങ്ങനെ വന്ന് വേട്ടയാടാൻ തുടങ്ങി. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഡെവലപ്മെന്റ് വന്നത്. അപ്പൊ ശരീരത്തിന്റെ ഒരു മെമ്മറിയിൽ കിടക്കുന്ന, ജീനിന്റെ ഒരു കാര്യത്തിൽ കിടക്കുന്ന ഇങ്ങനെയാണ് ഭക്ഷണം. പിന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ രീതി അനുസരിച്ചൊക്കെ വരാൻ തുടങ്ങിയത്. ധാന്യങ്ങൾ, ഗ്രെയിൻസ് ഒക്കെ കൃഷി ചെയ്തതിന് ശേഷം വന്നതാണ്. ഈ അരിയും ഗോതമ്പും മില്ലറ്റുകളും ഈ പറയുന്ന സാധനങ്ങളെല്ലാം കൃഷിക്ക് ശേഷം വന്നിട്ടുള്ളതാണ്. എന്നിട്ട് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കൃഷി പരിപാടി കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരു 100-200 കൊല്ലത്തിന് പഴക്കമുള്ളൂ. കറക്റ്റായിട്ട് വന്നിട്ടുള്ള 100 കൊല്ലത്തെ പഴക്കമേ ഈ പറയുന്നത്. കാരണം അരിയിൽ തന്നെ വെറൈറ്റി അരികൾ വരാൻ തുടങ്ങി, ഗോതമ്പിൽ തന്നെ വെറൈറ്റി വരാൻ തുടങ്ങി. കാരണം നേരത്തെ രീതിയിൽ ഗോതമ്പിന്റെ പോലെയല്ല ഇപ്പോഴത്തത് ഗ്ലൂട്ടൻ കണ്ടന്റ് കൂടുതലാണ്, അലർജിക് ടെൻഡൻസി കൂടുതലാണ്. അപ്പൊ ഇത് ഗ്രെയിൻസ് കഴിച്ച് നമ്മളുടെ ശരീരത്തിൽ നീർക്കെട്ട് കൂടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറാൻ തുടങ്ങി. അപ്പം എന്റെ ഒരു അഭിപ്രായത്തിൽ പണ്ട് എങ്ങനെയാണോ വരുന്നത് ആ ഒരു ട്രാക്കിലേക്ക് തന്നെ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ
ചിലതരം പോഷകങ്ങൾ മാത്രമേ കൂടുതലായിട്ട് കിട്ടുന്നുള്ളൂ. ബാക്കി ഭൂരിഭാഗം പോഷകങ്ങളും ഡെഫിഷ്യൻസിയാ. അതായത് ഭക്ഷണം കഴിക്കുന്നുണ്ട്, വയറ് നിറയുന്നുണ്ട്, ശരീരത്തിന് പുഷ്ടിപ്പെടുന്നുണ്ട്, വെയിറ്റ് കൂടുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട് എന്നുള്ളത് പറഞ്ഞാലും പോഷകങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ കുറവായിരിക്കും. B12 കുറവായിരിക്കും, വിറ്റമിൻ ഡി കുറവായിരിക്കും, അയൺ ഫെർട്ടിൻ കുറവായിരിക്കും. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ട്രീറ്റ് ചെയ്യുന്ന മേഖല ഈ ന്യൂട്രീഷനുമായിട്ട് ബന്ധപ്പെട്ട ആയതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, ഇവര് നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നവരായിരിക്കും, പക്ഷേ പോഷകങ്ങൾ കുറവായിരിക്കും. അപ്പൊ അതാണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ. സോ അതുകൊണ്ട് നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള സിംറ്റംസ്, കാരണം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് പോഷകക്കുറവ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതാ ഞാൻ പറഞ്ഞത് നേരത്തെ, വിറ്റമിൻ ഡി കുറഞ്ഞാൽ ഡിപ്രഷൻ ഉണ്ടാവും, അതിനകത്ത് യാതൊരു സംശയമില്ല. പിന്നെ നമുക്ക് ജീവിക്കണമെന്നേ തോന്നത്തില്ല. B12 കുറഞ്ഞാൽ നമുക്ക് ഒന്നിനോടൊരു താല്പര്യം തോന്നത്തില്ല. അയൺ ഫെർട്ടിൻ കുറഞ്ഞാലും സെയിം പ്രശ്നമാണ്. അതായത് മനസ്സിന് താല്പര്യം ഉണ്ടെങ്കിലും ശരീരം സമ്മതിക്കത്തൊന്നുമില്ല, അവിടെ ഇരിക്കുള്ളൂ. ഒരു രീതിയിൽ ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും. നമുക്ക് ഒന്നിനോടും ഒരു താല്പര്യമില്ലാത്ത രീതിയിലേക്ക് വരും. അതുകൊണ്ട് ജീവിതം തന്നെ മാറി മറയുന്ന രീതിയിലേക്ക് വരും പോഷകങ്ങൾ കുറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇതാണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ച കാര്യം. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, എന്നാലും നിങ്ങളുടെ ചോദ്യങ്ങളുണ്ടെങ്കിൽ ആ ചോദ്യത്തിനുള്ള ആൻസർ ഞാൻ പറയാം. ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 9:15 ഇനി ഒരു 15 മിനിറ്റത്തെ സമയം ഞാനതൊരു ആ ഒരു രീതിയിലേക്കാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാനത് വായിച്ച്